ചരക്ക് സേവന നികുതി മറ്റന്നാൾ മുതൽ നിലവിൽ വരികയാണ്. ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുകയാണ് പല മേഖലകളിൽ നിന്നുള്ളവർ. ശ്രീ പ്രശാന്ത് ജോസഫ്, ഇപ്പോൾ വിറ്റഴിക്കൽ മേളകൾ നടക്കുകയാണ് പല ഇടങ്ങളിലും. സ്റ്റോക്ക് ക്ലിയറൻസ് മേളകൾ നടക്കുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റോക്ക് എടുക്കുന്നില്ല പലയിടത്തും വ്യാപാരികൾ. ആവശ്യത്തിലേറെയുള്ള സാധനങ്ങൾ വാങ്ങി വയ്ക്കുവാനുള്ള തിരക്ക് കൂട്ടുന്നുമുണ്ട് ചില ആളുകൾ. ഇതൊരു 1-2 മാസത്തേക്കെങ്കിലും ബിസിനസ് മേഖലയിൽ മാന്ദ്യം ഉണ്ടാക്കുകയില്ലേ? പണപ്പെരുപ്പവും കൂടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയില്ലേ? GST ലോ അനുസരിച്ച് ഒരു ട്രാൻസിഷൻ പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വാറ്റിൻ്റെ റിട്ടേൺ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവരുടെ അൺയൂസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് GST ക്രെഡിറ്റായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ ഇനി അതിന് പക്ഷേ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലർ ആയിരിക്കണം. 6 മാസം വരെയുള്ള ബാക്കിലേക്കുള്ള 6 മാസം വരെയുള്ള റിട്ടേൺ കറക്റ്റായിട്ട് സമർപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും ഈ ക്യാരി ഫോർവേഡ് കിട്ടാനുള്ള ആശങ്കകളുണ്ട്. അതായത് കിട്ടുമോ, എത്ര സ്മൂത്തായിട്ട് അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ടാണ് വ്യാപാരികൾ എനിക്ക് മനസ്സിലാവുന്നത് സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് ഏറ്റവും മിനിമലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവയുടെ GST വരുന്ന സമയത്ത് GST നിരക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നികുതി നിരക്കിനേക്കാൾ കുറവായിരിക്കും വരിക. അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനുള്ള ധൃതിയല്ലേ ഇപ്പോൾ കാണുന്നത്? അതോ ഇപ്പോൾ നിലവിലെ നികുതി നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും GST ചില ഉൽപ്പന്നങ്ങൾക്ക് എങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ ഇപ്പോൾ വിപണിയിൽ? ഇപ്പോൾ നമ്മൾ വില കുറയുമോ കൂടുമോ എന്ന് നിശ്ചയിക്കുന്നത് ടാക്സ് റേറ്റിൻ്റെ മാറ്റം കൊണ്ട് മാത്രമല്ല. അതായത് അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ GST വരുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള നികുതിക്ക് നമുക്ക് ക്രെഡിറ്റ് കിട്ടും. പക്ഷേ അങ്ങനെ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ അതുവഴിയായ വിലക്കുറവ് നമുക്ക് ഫൈനൽ കസ്റ്റമറിലേക്ക് എത്തണമെങ്കിൽ ഇടയിലുള്ള ഡീലേഴ്സ് ആ കിട്ടുന്ന ക്രെഡിറ്റ് പാസ് ഓൺ ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വില കൂടുകയോ കുറയോ എന്നുള്ള ഇതിന് ടാക്സ് റേറ്റ് കൂടുകയും കുറയും മാത്രമല്ല പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇടയിലുള്ള വ്യാപാരികൾ ഇപ്പോൾ 5 ആളുകളുടെ എങ്കിലും കൈമാറി ഒരു ഉൽപ്പന്നം ഉപഭോക്താവിലേക്ക് എത്തുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെയുള്ള ലാഭമെടുപ്പിന് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാന ലാഭം ഉപഭോക്താവിലേക്ക് എത്തുകയില്ലല്ലോ. ഈ ആശങ്ക എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എങ്ങനെ ഇവരെ പിടിക്കാൻ പറ്റും? അതിന് ആകെ കൂടിയുള്ള ഇപ്പോഴുള്ള സമ്പ്രദായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് ആൻറ്റി പ്രോഫിറ്റിയറിംഗ് കമ്മിറ്റി ഓർഗനൈസേഷൻ, അത് സെൻട്രലിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് ശക്തമായി കഴിയുമ്പോൾ വരും കാലങ്ങളിൽ അത് ശക്തമായി കഴിയുമ്പോൾ ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. എപ്പോഴും പരാതിയുമായിട്ട് കമ്മിറ്റിക്ക് മുൻപാകെ പോവുക എന്നുള്ളത്. അതാത് സർക്കാരുകൾക്ക്, സംസ്ഥാന സർക്കാരുകൾക്ക് എത്രമാത്രം ഇടപെടാൻ കഴിയും? ഇപ്പോൾ തോമസ് ഐസക് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയുള്ള നികുതി വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഈ കമ്മിറ്റി മുൻപാകെ പരാതിയുമായി ചെല്ലുമെന്നാണ്. പക്ഷേ ഇത് എത്ര കാലത്തേക്ക്? ഇതെങ്ങനെ ഇത്തരത്തിലുള്ള പരാതി പരിഹാര കമ്മിറ്റികൾ കൂടുതലായി രൂപീകരിക്കേണ്ടതല്ലേ? ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ KC വേണുഗോപാൽ, നാളെ പാർലമെന്റ് സമ്മേളനം പ്രത്യേകമായി ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് GST. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? കോൺഗ്രസിന്റെ നിലപാട് അന്തിമമായിട്ട് ഇന്ന് പ്രഖ്യാപിക്കത്തേ ഉള്ളൂ. കാരണം GST എന്നുള്ള ഒരു ആശയം കോൺഗ്രസിനെ എതിർക്കുന്നതല്ല. കോൺഗ്രസ് കൊണ്ടുവന്നൊരു ആശയമാണ്. കോൺഗ്രസ് അതിന് വേണ്ടി ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ഇത് ടാക്സേഷൻ പോളിസി വന്നപ്പോൾ തന്നെ ഞങ്ങൾ പാർലമെന്റിൽ പറഞ്ഞതാണ്. ടാക്സിന്റെ വിശദമായ കാര്യങ്ങൾ വന്നപ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ ഗവൺമെന്റ് പൂർണ്ണമായും അംഗീകരിച്ചില്ല. പക്ഷെ പൊതുതത്വത്തിൽ GST ഞങ്ങൾ അംഗീകരിക്കുന്നു. നടപ്പിലാക്കി വരുമ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട്. ഇപ്പം ഗവൺമെന്റ് വളരെ ബുൾഡോസ് ചെയ്തുകൊണ്ട് ജൂലൈ 1 മുതൽ തന്നെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് സംബന്ധിച്ച് എല്ലാ ക്രമീകരണങ്ങളും അവർ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
ഇത് എങ്ങനെ ബാധിക്കാൻ പോകുന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല. ജനങ്ങളെ അതിന് തയ്യാറെടുപ്പിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും. അപ്പോൾ ഒരു ഫൈൻ മോർണിംഗിൽ നിങ്ങൾ ഒരു പുതിയ ടാക്സേഷൻ പോളിസിയിലോട്ട് പോകുമ്പോൾ എന്താണ് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ പാർലമെന്റിൽ ആഗ്രഹിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു പകൽ ദിന സമ്മേളനമായിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും കൺസേൺ പറയത്തക്കവണ്ണം. ഗവൺമെന്റ് ഇത് ഒരു മറ്റു രീതിയിൽ ഒരു മിഡ് നൈറ്റ് ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിനോട് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ആർക്കും യോജിപ്പുണ്ട് എന്നുള്ള കാര്യമില്ല. അതായത് ശ്രീ കെ.സി. വേണുഗോപാൽ, GSTയോട് എന്തായാലും കോൺഗ്രസിന് എതിർപ്പില്ല, അത് കോൺഗ്രസിന്റെ സന്തതി തന്നെയാണ്. പക്ഷേ ഈ അർദ്ധരാത്രി പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്, ഇതിനോടാണ് കോൺഗ്രസ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ ഇതായിരിക്കില്ലേ കോൺഗ്രസിന്റെ നിലപാട്? അതല്ലാതെ GSTയെ ഇനി അങ്ങോട്ട് എതിർക്കുവാൻ കോൺഗ്രസ് തയ്യാറാവുകയില്ലല്ലോ, അത് നടപ്പിലാക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. ടാക്സേഷൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. കാരണം സാധാരണക്കാരെ ഇത് ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനായിരുന്നു ഞങ്ങൾ പറഞ്ഞു. ഒറ്റ നികുതിയിലേക്ക് കൊണ്ടുവരുന്ന ആശയം വന്നപ്പോൾ ഇപ്പൊ പല തട്ടുകളിലാക്കിയിട്ടാണ് നികുതി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന ചില വിഷയങ്ങളിൽ, ഉദാഹരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര മേഖല പാടെ തകർന്നു പോകും, കയറ് ആകെ പ്രതിസന്ധിയിലാകും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ചെവിക്കൊണ്ടിട്ടില്ല. GST കൗൺസിലും ആ കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടില്ല. ഇതൊക്കെ ഡിബേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഞങ്ങൾ പാർലമെന്റിൽ ചോദിച്ചത്. അല്ലാതെ പാതിരാത്രിയുടെ ആഘോഷമല്ല. നമ്മൾ 3 പ്രാവശ്യം മാത്രമേ പാർലമെന്റ് സമ്മേളനം പാതിരാത്രി വിളിച്ചിട്ടുള്ളൂ. ഒന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമ്മേളനം, മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികവും 60ാം വാർഷികവുമാണ്. അല്ലാതൊരു സമ്മേളനം. ഇതൊരു ന്യൂ ടാക്സേഷൻ നിയമമാണ്. എത്രയോ സമഗ്രമായ നിയമങ്ങൾ നമ്മൾ പാർലമെന്റ് പാസാക്കി, ഇതിനേക്കാൾ വിപ്ലവകരമായ നിയമങ്ങൾ. അപ്പോഴൊന്നും പാതിരാത്രി സമ്മേളനം ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ GST തിരക്ക് അല്ലല്ല, അങ്ങനെയെങ്കിൽ ഹിമാലയൻ വങ്കത്വമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് മമതാ ബാനർജി വിട്ടുനിൽക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വഴി തന്നെ കോൺഗ്രസും സ്വീകരിക്കുമോ? അത് കോൺഗ്രസ് തീരുമാനം ഏതാനും സമയങ്ങൾക്കകം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അല്ല, ഇതിപ്പോൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതിനോട് എതിർപ്പുണ്ടോ കോൺഗ്രസിന്? രാഷ്ട്രപതി പങ്കെടുക്കുക, അല്ല രാഷ്ട്രപതിയെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് ഔചിത്യപൂർണ്ണമായി പെരുമാറിയിട്ടില്ല അഭിപ്രായമുണ്ട്. അതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് ഇത് മാറിയെങ്കിൽ നമുക്ക് ഗുണകരമായേനെ. GST എങ്ങനെ ബാധിക്കും? അതിന് പകരം ഒരു ആഘോഷമായി പാതിരാത്രിയിൽ സമ്മേളിച്ച് സത്യത്തിൽ സ്വാതന്ത്ര്യദിന പ്രഖ്യാപന സമ്മേളനങ്ങളെ പോലും വില കുറച്ച് കാണിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചത്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല പൂർണ്ണമായിട്ട്. ഈ ചർച്ചകൾ സജീവമായി നടന്നിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ രാജ്യസഭയുടെ കടമ്പ കടത്തിവിടുവാനായിട്ട് കോൺഗ്രസിന്റെ ഉപാധികൾ പോലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ടാക്സ് നിരക്കുകളുടെ കാര്യത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഞങ്ങൾ 18% നിജപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോ 28%, 42% അടക്കം നികുതികളുണ്ട്. പല നികുതികൾ സമ്പ്രദായത്തിലേക്ക് വന്നിരിക്കും. അതിനൊക്കെ അവരവരുടെ സിമ്പിൾ അല്ലേ കാര്യങ്ങൾ. കേന്ദ്രത്തിന് വലിയ ലാഭം, സ്റ്റേറ്റുകൾക്ക് വലിയ ലാഭം. പിന്നെ ആരാണ് ഇതിന്റെ ലൂസർ? ഇത് സർക്കാരും വ്യവസായ വാണിജ്യ മേഖലയും ഉപഭോക്താവും, ഈ 3 ആളുകൾക്കും ഒരേ രീതിയിൽ ഗുണകരമാണ് എന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഉണ്ടാവില്ല ഒരിക്കലും. അതെങ്ങനെ പ്രാക്ടിക്കൽ ആവുന്നു? അതെങ്ങനെയാവുന്നു? അത് ഏത് ലോജിക്ക്? എന്തായാലും നമുക്ക് വരുന്ന GST എന്ന് പറയുന്നത് നികുതി നിരക്കുകൾ ഏകീകരിക്കാനും ലഘൂകരിക്കാനും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സ്വാഗതം ചെയ്യാണ്. പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിരുന്നു. ഗവൺമെന്റ് അതിന് ചെവിക്കൊണ്ടിട്ടില്ല. GST കൗൺസിലും പൂർണ്ണമായിട്ട് ചെവിക്കൊണ്ടിട്ടില്ല എന്നാണ്. എന്തായാലും വിശദാംശങ്ങൾ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ GST കൗൺസിലൊക്കെ കൂടുന്ന സമയത്ത് ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക് തന്നെ കേരളത്തിന്റെ കാര്യമെടുക്കാം, അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പലതും അംഗീകരിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തു. ഏതാനും ചില മേഖലകളിൽ മാത്രം ചില പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല, ഈ നടപ്പാക്കുന്ന സമയത്ത് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും പറയുന്നുണ്ട്. അത് എല്ലാ രാജ്യങ്ങളിലും നടപ്പാക്കിയപ്പോഴും ഇതേ രീതിയിൽ തന്നെ തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് പരിഹരിക്കപ്പെടുകയാണ് ചെയ്തത്. കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല? കോൺഗ്രസിന്റെ സന്തതിയാണല്ലോ ഇത്. അദ്ദേഹം ധനകാര്യമന്ത്രി എന്നതിൽ സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ടാവും. കോൺഗ്രസ് പൊതുവായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നികുതി നിരക്കുകൾ ഏകീകരിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനുള്ള പൊതുവായ തത്വത്തെ GST അംഗീകരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇതിന്റെ ടാക്സേഷൻ രീതികളിലേക്ക് വന്നപ്പോൾ ആ ടാക്സേഷൻ സമ്പ്രദായം പാവങ്ങളെയും സാധാരണക്കാരെയും ബാധിക്കാതിരിക്കാനും വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണമെന്ന് ഞങ്ങൾ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ്. അതുകൊണ്ടാണ്. ശരി, നന്ദി ശ്രീ കെ.സി. വേണുഗോപാൽ പ്രതികരിച്ചതിന്. എന്തായാലും നാളത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് ഇന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനകം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷേ പാർലമെന്റ് സമ്മേളനം ബഹിഷ്കരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ നിലപാട് എടുത്തിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം ബ്രേക്കിംഗ് അവേഴ്സ് തുടരും.